ഇപ്പോൾ CPM-ന്റെ അവലോകനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ചുള്ള അവലോകനങ്ങൾ. അപ്പോൾ ഈ അവലോകനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഇത് മൊത്തം കൂടി പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും തലയിലോട്ടാണ് ചെല്ലുന്നത്. സ്വാഭാവികം മാത്രമാണല്ലോ. അവർ രണ്ടുപേരും കൂടെ ആണല്ലോ ഇതിൻ്റെ ആണിക്കല്ല് ഊരിയെടുത്ത രണ്ട് പ്രധാനപ്പെട്ട പക്ഷേ ഇതിനകത്ത് നേതാക്കന്മാർ. ഏറ്റവും ലേറ്റസ്റ്റ് കാര്യം എന്താണെന്നറിയാം? ഈ തലേ വന്ന സാധനം നേരെ തിരിച്ച് പാർട്ടി പ്രാദേശിക ഘടകങ്ങളുടെ തലയിലോട്ട് കൊണ്ടുവയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അതെപ്പോഴും മനുഷ്യൻ്റെ പ്രവണതയാണല്ലോ. ജയിച്ചാൽ ഞാനാണ് കാരണക്കാരൻ, തോറ്റ നീയാണെന്നുള്ള പറയില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവർ പറയുന്ന വാചകങ്ങളൊക്കെ വളരെ രസമാണ്. സ്വയം ഇവർ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് ന്യൂനപക്ഷ വർഗീയതയാണ് ഇതിന് വിജയത്തിന് കാരണം എന്നാണ് പറയുന്നത്. അത് പറഞ്ഞു തുടങ്ങിയല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒക്കെ പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ. പക്ഷേ അപ്പോൾ ഈ 3 സീറ്റ് BJP-ക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതിനകത്ത് എന്ത് കാരണമാണ് പറയാനുള്ളത്? അതപ്പോൾ കോൺഗ്രസ് BJP അന്തർധാരയാണെന്നാണ്. അതിന് മാത്രം പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ നാട്ടിലുള്ള ഏത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാം ഈ MV ഗോവിന്ദനും പിണറായി വിജയനുമാണ് ഈ തോൽവിക്ക് കാരണം. അതിൽ തന്നെ പിണറായി വിരുദ്ധ വികാരം അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം നേരിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുകൂടാത്ത ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് മലയാളികൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം സ്വന്തം പാർട്ടിക്കാർ തന്നെ ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ തോൽവി സംഭവിച്ചത്? ഇവർ തോൽവി സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിക്കാർക്ക് പോലും ഇവരെ താല്പര്യമില്ലാത്തത്. ഇപ്പം നമുക്കറിയാം, G. സുധാകരൻ പറഞ്ഞു 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ ജയിക്കുന്നത്. അതിന് മുമ്പലത്തെ തെരഞ്ഞെടുപ്പിൽ H. സലാം 11,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അപ്പോൾ അന്നേ സുധാകരൻ പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് മത്സരിച്ചിരുന്നെങ്കിൽ 50,000 വോട്ടിന് ജയിച്ചേനെ എന്ന് പറയുവാൻ. അപ്പോൾ ഇത്തവണ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അദ്ദേഹത്തിന് UDF പിന്തുണ കൊടുത്തു. ശരിക്കും അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ വെച്ച് നോക്കിയാൽ അദ്ദേഹം 25,000 വോട്ടിന് ജയിച്ചു. 27,000 വോട്ടിന് ജയിച്ചു. അത് 400,000 25,000 വോട്ടാണ് ജയിച്ചത്. അത് അദ്ദേഹത്തിന്റെ നാട്ടിലെ പാർട്ടി പ്രവർത്തകർ വ്യാപകമായി വോട്ട് ചെയ്യുന്നതിന്റെ തെളിവ് തന്നെയാണ്. അത് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് CPM-നുണ്ടായ പരാജയം. എന്ത് ട്രെൻഡ് മനസ്സിലാക്കാൻ? അവനവൻ്റെ ഭാര്യയുടെ മക്കളെയും കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് എൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് വേണം, ബാക്കി എൻ്റെ മക്കളാരെയും എനിക്ക് നോക്കണം എന്നുള്ള ആ താല്പര്യം മാത്രമായി പാർട്ടിയൊക്കെ വിട്ടു. പണ്ട് നേരെ തിരിച്ചാണല്ലോ, പാർട്ടിയാണല്ലോ ഏറ്റവും വലിയ വികാരം. കുടുംബമൊന്നും ബാധകമല്ല. ഇപ്പം ആദ്യം കുടുംബം ഫസ്റ്റ്, രണ്ടാമത് പിന്നെ സമയ സൗകര്യം ഉണ്ടെങ്കിൽ പാർട്ടി. അത്ര. ഇപ്പം പുറത്തു വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ 35 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി, ഈ ചോദ്യാവലിക്ക് മറുപടി തേടുകയാണ് കീഴ്ഘടകങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളിനകത്ത് പിന്നെ പാർട്ടി ജനങ്ങളിൽ നിന്നകന്നോ, നേതാക്കന്മാരുടെ ഇതോ ഉണ്ടായോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഈ ചോദ്യത്തിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം കീഴ്ഘടകങ്ങളിലാണ് ഇതിന് കുഴപ്പം എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. മേൽഘടകം ചിരിക്കാത്ത മുഖ്യമന്ത്രിയും മാധ്യമങ്ങളെ കാണാത്തതും ഇങ്ങേരുടെ ഭാഷാപ്രയോഗങ്ങളും ഈ രക്ഷാപ്രവർത്തനവും ഈ എന്തൊക്കെ ഇയാൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ തിരിച്ചടിച്ചിട്ടും ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സംഭവം. ഇപ്പോൾ അടുത്ത മാസം 7-8 തീയതിയിലുള്ള മറ്റാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ ജില്ലകളിൽ നിന്നുണ്ടായ റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ, ജില്ലകളിൽ സംഭവിച്ച കാര്യം, ഇത് കൃത്യമായി ഇങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കെപ്പോഴും സംശയമാണ്. കാരണം തിരുവനന്തപുരം ജില്ലയുടെ റിവ്യൂവിന് വേണ്ടി 3 ദിവസം മാറ്റിച്ച് 2 ദിവസം കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ചോദിച്ചു, പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അധികം പ്രതിരോധിച്ച ആളാണ് ബിനീഷ് കോടിയേരി, അയാളെ എന്തിന് പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതുപോലെ തന്നെ MV ഗോവിന്ദൻ ഇപ്പം ഒരു തോന്നലുണ്ട്, എൻ്റെ ശരീരഭാഷ അത്ര പോരാ. എൻ്റെ മോൻ വരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അച്ഛൻ കണ്ണാടി നോക്കാറില്ലേ എന്നുള്ളതാണ് മോൻ്റെ ചോദ്യം. അപ്പം ഈ MV ഗോവിന്ദന് ഇപ്പം ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയാണ്, അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഞാൻ ചിരിക്കണം എന്ന് എന്നോട് കുറച്ച് പേര്, ഞാൻ അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പോയിരുന്ന ഇങ്ങ് ചിരിക്കും. അതാണ് നമ്മളൊരിക്കൽ പറഞ്ഞത്, ഇങ്ങനെ ചിരിക്കുകയല്ല ഇങ്ങനെ ഇളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നിരുന്നത് ഹഹ എന്ന് പറഞ്ഞെങ്കിൽ ചിരിയുടെ അകമ്പടിയോടെ, എത്ര ഗൗരവമുള്ള വിഷയമാണെങ്കിലും പുള്ളിയുടെ മുഖത്ത് ആ ഗൗരവമൊന്നുമില്ല, പുള്ളി അങ്ങ് ചിരിക്കും. ചിരി കൂടിപ്പോയി. എന്നാൽ മുഖ്യമന്ത്രിയോ ചിരിക്കത്തുമില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയില്ല. അപ്പോൾ ഈ ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ചിരിക്കാത്ത മുഖ്യമന്ത്രിയും അമിതമായി ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ള വിവരം. അതെ, തിരിച്ചറിയുന്ന വെളിയിൽ പറയാൻ പറ്റില്ലല്ലോ. അല്ല, പറഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. ഇപ്പോൾ ഇത്രയും നാൾ ഈ എല്ലാ പാർട്ടി പ്രവർത്തകരും വിരട്ടി നിർത്തിയിരുന്ന പിണറായിയുടെ തന്ത്രം പൊളിഞ്ഞു എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. അതെ,
അപ്പം ശരിക്കും എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇവരെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. അതെ. എല്ലാവരും അലക്കിയതിനകത്ത് പറഞ്ഞ രണ്ട് കാര്യം: ഒന്ന്, പിണറായിയുടെ സമീപനം രീതി; രണ്ട്, MV ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നൈസായിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആരാ? A. വിജയരാഘവൻ. അതെ അതെ. കഴിഞ്ഞ തവണ ഭാര്യയെ നിർത്തി മന്ത്രിയാക്കി. മന്ത്രിയായി. അപ്പോൾ ഇത്തവണ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്തവണ എന്താണ് സംഭവിച്ചത്? ഇത്തവണ ആ A. വിജയരാഘവന്റെ വഴി പിന്തുടർന്ന് നൈസായിട്ട് ഭാര്യയെ കൊണ്ട് വന്നതാണ് വീണ്ടും മന്ത്രിയാക്കാന്ന് കൊണ്ടുവന്നത്. MV ഗോവിന്ദൻ അങ്ങനെ കൊണ്ടുവന്നാണ്. തുടർഭരണം കിട്ടും എന്ന് പറയുന്ന ഒരു പാവം, തുടർഭരണം കിട്ടും എന്ന് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവരെ സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് ഇരുന്നത്. അതിന്റെ ഭാര്യ മന്ത്രിയാക്കാം, കൊടിയോ ചാർലി ഇങ്ങോട്ട് വരാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ സംഗതി പൊളിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ കുറ്റം താഴെത്തട്ടിലെ അണികളുടെ തലയിൽ കെട്ടിയിരിക്കുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നടപടി പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് താഴെത്തട്ടിലെ പല നേതാക്കന്മാർക്കെതിരെ. ഇവരാവശ്യം പ്രവർത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 140 മണ്ഡലത്തിൽ നടപടി എടുക്കും. ഇവർ ജയിച്ചിടത്ത് പോലും ആകെപ്പാടെ ഒരുമാതിരി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് എനിക്ക് തോന്നുന്നു CPIയിലെ പ്രസാദ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കണക്കാണ്. ഇപ്പം ഇവിടെ ബാലഗോപാൽ ജയിച്ചത് 1000 വോട്ടിൽ താഴെയല്ലേ? അതെ, 1000 വോട്ടിനല്ലേ. ജനീഷ് കുമാർ ജയിച്ചത് 1500 വോട്ടിനാണ്. അതെ, അതുപോലെ ഈ ജയിച്ചിടത്തെല്ലാം വളരെ അരുവിക്കരയിലും അങ്ങ് സംഭവിച്ചു. സ്റ്റീഫനും കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചത്. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ കുറഞ്ഞ വോട്ടിനാണ് തോറ്റത്. കുറഞ്ഞ വോട്ടിന് തോറ്റെന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. അതെ, അവിടെയാണ് ഇപ്പോൾ ഈ 450 വോട്ടിനെങ്ങാണ്ടല്ലേ തോറ്റിരിക്കുന്നത്. അതെ. അപ്പോൾ ഇത് ശരിക്കും ഒരു ജനവികാരം ഈ പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ വികാരത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, ഈ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, അതിന് ഇനി എങ്ങനെ റിസൾട്ട് അട്ടിമറിക്കാന്നുള്ള ഇവരുടെ എപ്പോഴുള്ള രീതിയാണല്ലോ. അതെ, ജനഹിതത്തെ അട്ടിമറിക്കാന്നുള്ള ഇവരുടെ സ്ഥിരം രീതി എന്നുള്ള നിലയിൽ ഇത് മിക്കവാറും ഈ ആണികളുടെ തലയിൽ, പ്രാദേശിക നേതാക്കന്മാരുടെ തലയിൽ കെട്ടിവെച്ച് തലവരാനായിരിക്കും ഇവർ ശ്രമിക്കുക. കാരണം ഈ ജില്ലകളിലൊക്കെ തന്നെ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധമാണ് വരുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ പലരും പൊട്ടിത്തെറിച്ചു. അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, കോട്ടയത്തൊക്കെ ഇനി അനിൽകുമാറിനെ ചാനൽ പോലും അയക്കരുത് എന്നുള്ള തലത്തിലേക്കുള്ള ആളുകൾ പറഞ്ഞു. ഈ MV ഗോവിന്ദന് ലോക്കൽ ഏരിയ ഒന്നാണ് ബ്രാഞ്ച് സെക്രട്ടറി ആവാനുള്ള യോഗ്യത പോലും ഇല്ലാതെ വേറെ ചിലർ പറഞ്ഞു. ആലപ്പുഴ പറഞ്ഞതാണ്, LDF അല്ലാതെ മറ്റാര്. ആ ഒരു പ്രയോഗത്തിൽ കടുത്ത അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അഹങ്കാരം അത് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നും നമുക്കെന്തോ അഹങ്കാരം ഉള്ളതുപോലെ. അപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അഹങ്കാര വർത്തമാനം പറഞ്ഞു. അപ്പം മാത്രമല്ല, ഇന്നലെ ഈ UDF സർക്കാർ വന്നതിന് ശേഷം അവർ ജനപ്രിയമായി അവർ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം കൃത്യം നടപ്പിലാക്കുന്നു. ഇപ്പോൾ കേരളയിൽ അത് എത്രയോ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് നടത്താൻ പരിപാടി വേണ്ടെന്ന് വെച്ചാൽ റദ്ദാക്കി. അതുപോലെ തന്നെ ബസ്സിലെ വനിതകളുടെ അതൊക്കെ സൗജന്യ യാത്രയൊക്കെ തന്നെ വളരെ കൃത്യമായി അവർ നടപ്പിലാക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞതെല്ലാം പടിപടിയായിട്ട് നടപ്പാക്കി വരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കൂട്ടി. അതുപോലെ കേരളയിൽ കുറ്റി പിടിതവർക്കെതിരെ അന്നെടുത്ത PDPP ആക്ട് ഇട്ടെടുത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ പോകുന്നു. അല്ല, ഈ രസകര കാര്യം കഴിഞ്ഞ ദിവസം ആകെ സോഷ്യൽ മീഡിയ ഇട്ടിരുന്നതാണ്. ഈ PSC ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റുകളിൽ ഒന്ന് കോളേജ് അധ്യാപകർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനങ്ങളുടേതായിരുന്നു പോലും. അപ്പോൾ ഈ നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാർ നേരത്തെ മറ്റേ വാഴക്കൊല PhD എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഓരോ സ്ഥലത്ത് ഇവർ കയറ്റിയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള പാവപ്പെട്ടവരെ എങ്ങനെ തുളഞ്ഞുകൊണ്ട് ഓട്ടുന്ന രീതിയിൽ ഇവരത് നിയമനം നടത്താതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തിരിച്ചടിയാണ്. ഇതിന് ഇവരെ കുറച്ച് പേര് നിയമിക്കേണ്ടി വരും. ഇവിടെ സർക്കാർ നിയമിക്കുമായിരിക്കാം. നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് കോളേജ് അധ്യാപകരൊക്കെ ആകാൻ വേണ്ടി ഒരുപാട് വർഷം പഠിച്ച് റിസർച്ച് നടത്തി. ഞാൻ കാര്യമായിട്ട് പഠിച്ചിരുന്നത് എനിക്ക് റിസർച്ച് നടത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ആളുകൾ അവിടെ അനുഭവിക്കുന്നു. അവർ പ്രായം ഒരുപാട് കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കോളേജ് അധ്യാപക നിയമനത്തിന് വന്ന് ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റ് റദ്ദായി പോകുന്ന ഒരവസ്ഥ വരുക അങ്ങനെ ക്രൂരമാണ്. എന്തായാലും തങ്ങളുടെ തലയെ വരാതിരിക്കാനുള്ള ശ്രമമാണ് അവർ രണ്ടുപേരും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്യും. കാരണം പിണറായി വിജയനെ ഇപ്പോഴും പാർട്ടിക്കാർക്ക് ഭയങ്കര ഭയമാണ്. ഇയാൾ രാജാവ് നഗ്നനാണെന്ന് പറയാൻ തക്ക ധൈര്യമുള്ള ഒറ്റ പാർട്ടിക്കാരനും ഇന്ന് കേരളത്തിൽ ഇല്ല. പലരും ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്, പാർട്ടി ഘടകങ്ങളിൽ പോയി പറയോ എന്നുള്ളതാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി കൈവക്കി പോളിറ്റ് ബ്യൂറോയിൽ വരെ തിരിച്ചടി നേരിട്ടിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുക എന്ന് പറഞ്ഞാൽ തന്നെ CPM-നെ സംബന്ധിച്ചോളം അതൊരു വലിയ നാണക്കേടാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വരുന്ന യോഗങ്ങളിൽ, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും തൊട്ടു പിന്നാലെ അവർ ഏരിയ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലും എല്ലാം ഇവർ, ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലും എല്ലാം ഇവർ ശ്രമിക്കുന്നത് അവിടുന്ന് ഈ 35 ചോദ്യാവലി പൂരിപ്പിച്ച് വാങ്ങി എല്ലാ ഉത്തരവാദിത്വവും ഓരോ സ്ഥലത്തെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തലയെ വെച്ചിട്ട് പിണറായി വിജയനും MV ഗോവിന്ദനും
തലയൂരുക എന്നുള്ളത്. മിക്കവാറും ചോദ്യം മാത്രമല്ല, ഉത്തരവും കൂടെ അവിടെ അല്ല അതിന് നിന്ന് സാധ്യത അതിന് കൂടുതൽ. താഴെ കടയിലുള്ള പാർട്ടിക്കാർക്ക് ഈ വിവരം മനസ്സിലായിട്ടുണ്ട്. അവരതിന് കൃത്യമായിട്ടുള്ള മറുപടി ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായിരിക്കുകയാണ്. വരും ദിവസങ്ങൾ ഇന്നലെ എന്നോട് എൻ്റെ അടുത്തൊരു സുഹൃത്ത്, കടുത്ത CPM കാരനാണ്, പുള്ളി പറഞ്ഞു ഈ പാർട്ടി ഇല്ലാതായി. അതാണ് അവസ്ഥ. ഈ പാർട്ടി ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ അയാളുടെ താല്പര്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി അയാൾക്ക് മരുമകനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിലെ വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് തൻ്റെ മരണത്തിന് മുമ്പ് മരുമകൻ രക്ഷപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോകുന്ന ആളാണ്. കുടുംബത്തിന്റെ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും CPM-നകത്ത് ഇനിയും വലിയ വലിയ പൊട്ടിത്തെറികൾ വരും. UDF-ലെ പൊട്ടിത്തെറികളെക്കാൾ ഉപരി വലിയ വലിയ പൊട്ടിത്തെറികൾ ഇതിൽ വരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല.